ജില്ലയിൽ കരുതുള്ളി പെയ്ത മഴയ്ക്ക് അല്പം ശമനം വന്നെങ്കിലും മഴ വിതച്ച ദുരിതം ഇപ്പോഴും വിട്ടൊഴിയുന്നില്ല. പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. പടന്നക്കാട്, നമ്പ്യാർക്കൽ പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ വീടിന് പുറത്തിറങ്ങാനാവാതെ ഇപ്പോഴും ഒറ്റപ്പെട്ട് കഴിയുകയാണ്. രണ്ടു ദിവസം ജില്ലയിലാകെ സംഹാരതാണ്ഡവമാടിയ മഴയ്ക്ക് അല്പം ശമനം വന്നെങ്കിലും അത് വിതച്ച ദുരിതം ഇനിയും പല പ്രദേശങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞിട്ടില്ല. കാഞ്ഞങ്ങാട് നഗരസഭയിലെ പടന്നക്കാട്, നമ്പ്യാർക്കൽ, കുതിരുമ്മൽ പ്രദേശത്തെത്തിയ ഞങ്ങളുടെ വാർത്താസംഘം കണ്ടത് ദയനീയ കാഴ്ചകൾ. പലയിടത്തും സർവനാശം വിതച്ച മഴ ശനിയാഴ്ച ഒന്നുൾവലിഞ്ഞപ്പോൾ ദുരിതം ഭാഗികമായെങ്കിലും വിട്ടൊഴിഞ്ഞിരുന്നു. എന്നാൽ ഇവിടുത്തെ സ്ഥിതി നേരെ മറിച്ചാണ്. പടന്നക്കാട് നിന്നും നമ്പ്യാർക്കൽ ഭാഗത്തേക്ക് പോകേണ്ട 1.5 കിലോമീറ്ററോളം നീളത്തിൽ റോഡ് ഇപ്പോഴും കുത്തൊഴുക്കുള്ള ഒരു തോടായി മാറിയിരിക്കുന്നു. ഏറെ പാടുപെട്ടാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഈ വഴി താണ്ടി നമ്പ്യാർക്കൽ പ്രദേശത്തെത്തിയത്. എത്തിയപ്പോൾ കണ്ട കാഴ്ച അവരെയും നിസ്സഹായരാക്കുന്നതായിരുന്നു. വെള്ളത്താൽ ചുറ്റപ്പെട്ട വീടുകളിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കുന്നു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയിൽ ഇത്രയും ശക്തമായൊരു വെള്ളപ്പൊക്കം തങ്ങൾ കണ്ടിട്ടില്ലെന്ന് ഇവിടുത്തുകാർ ഭീതിയോടെ പറയുന്നു. 16 വർഷത്തിന് ശേഷമാണ് ഇത് ഇങ്ങനത്തെ ഒരു വെള്ളം ഇവിടെ കയറുന്നത്. ഇതിന് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. എത്ര വർഷം അതാണ് എൻ്റെ അറിവിൽ ഇതുവരെ ഉണ്ടായിട്ട്. എനിക്കിപ്പോൾ 36 വയസ്സായി. വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കയറാൻ ചുറ്റുപാട് മതിൽ, പറമ്പ്, ഇതെല്ലാം മണ്ണിട്ട്, വയലെല്ലാം മണ്ണിട്ട് നിൽക്കുന്നത് എല്ലാം കൊണ്ടാണ്. തൊട്ടടുത്തുള്ള അരീപ്പുഴ കരകവിഞ്ഞൊഴുകി സമാന്തരമായി ഒഴുകുന്ന തോടും കടന്നാണ് മഴവെള്ളം ഇവരുടെ വീടുകളിലേക്ക് എത്തിയത്. നമ്പ്യാർക്കൽ അണക്കെട്ടിനോട് ചേർന്നുള്ള തോടിന്റെ പാലം ഉയർത്തി വെള്ളം സുഗമമായി ഒഴുകാൻ ഇരുഭാഗത്തും 2 കലുങ്കുകൾ കൂടി നിർമ്മിച്ചാൽ മാത്രമേ മഴവെള്ളം വീടുകളിലെത്തുന്നത് തടയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സമീപവാസിയായ കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. തോട്ടിന്റെ പാലം, തോടിന് പുതുതായിട്ട് ഈ വർഷം പെടുന്ന പാലമാണ്. ആ പാലത്തിന്റെ അടിയിലുള്ള വെള്ളം ഒഴുകിയത് പോരാതെ ഇത് ഈ വെള്ളം റോഡിന്റെ തടഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പം വീടുകളിലൊക്കെ കയറിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പാലം വന്ന് അതിൻ്റെ അപ്രോച്ചോട് വരുന്ന സമയത്ത് റോഡ് സ്വാഭാവികമായിട്ടും ഉയർത്തേണ്ടി വരും. ഉയർത്തുമ്പോൾ ഇതിനേക്കാൾ വെള്ളം തടയപ്പെടും. അപ്പോൾ വെള്ളം കയറേണ്ടതിൽ വരും. അപ്പോൾ പുതുതായിട്ട് ഈ അപ്രോച്ച് റോഡ് ഇനി പണിയുന്ന സമയത്ത്, പുതുതായിട്ട് പുതിയ പുഴക്ക് പാലം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ റോഡിൻ്റെ വീതി പോരാ, ഈ റോഡ് മതിയാവില്ല. റോഡ് ഉയർത്തേണ്ടതിൽ വരും. ഉയർത്തുന്ന സമയത്ത് എന്തായാലും മീൻ 1-2 കലുങ്കോ എന്തെങ്കിലും പണിതിട്ട് ഈ പടിഞ്ഞാറ് ഭാഗത്ത്, ഈ പുഴയുടെ ഈ തോടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, ഇപ്പം നിലവിലുള്ള കലുങ്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് 1-2 ചെറിയ കലുങ്കുകളോ പൈപ്പ് ഇടുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്നാമത് യാത്രാ സൗകര്യത്തിന് പ്രശ്നം. ഇത് അപ്പുറം ഹയർ സെക്കൻഡറി അടക്കമുള്ള സ്കൂള് മറുകരയിലാണ്. കുട്ടികൾക്ക് മാത്രം വിദ്യാഭ്യാസത്തിന് മറ്റും ഒരു കാര്യത്തിന് പോകാത്തൊരവസ്ഥയാണ്. അക്കരയിലുള്ളവർക്ക് തന്നെ ഒരു രോഗിനെ കൊണ്ടുവരണമെങ്കിൽ 5 കിലോമീറ്റർ നീലശക്തിയോടെ ചുറ്റിയിട്ട് വേണം കാഞ്ഞങ്ങാടേക്ക് എത്തിക്കാൻ. തൊട്ട് എതിർവശത്തുള്ള കുതിരുമൽ പ്രദേശത്തെ സ്ഥിതിയും മറിച്ചല്ല. സെപ്റ്റിക് ടാങ്കുകളും കിണറുകളും എല്ലാം മഴയുടെ കുത്തൊഴുക്കിൽ ഒന്നായ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ വൻ പകർച്ചവ്യാധി ഭീഷണിയുടെ നിഴലിലാണ്. കഴിഞ്ഞ ദിവസം മഴയുടെ കുത്തൊഴുക്കിൽ വീട് വിട്ടൊഴിയേണ്ടി വന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചെങ്കിലും അവരുടെ സ്ഥിതിയും ദയനീയം തന്നെ. 20ഓളം കുടുംബങ്ങളെ തൊട്ടടുത്തുള്ള പാർട്ടി ഓഫീസിലാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ദുരിതബാധിത പ്രദേശങ്ങൾ വാർഡ് കൗൺസിലർ N. സുലേഖയും വില്ലേജ് അധികൃതരും അടങ്ങിയ സംഘം സന്ദർശിച്ചു. ദുരിതം ഇപ്പോഴും തുടരുന്നതിനാൽ കുടുംബങ്ങളെ സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും കൃഷിവകുപ്പുമായും വില്ലേജ് അധികൃതരുമായും ബന്ധപ്പെട്ട് അർഹമായ നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും കൗൺസിലർ N. സുലേഖ പറഞ്ഞു. 60 വീടുകളൊക്കെ കൂടി മാറ്റി താമസിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. തൽക്കാലം ഇപ്പം നമ്മുടെ പടന്നക്കാട് പാർട്ടി ഓഫീസിലേക്കാണ് 25 വീടുകളൊക്കെ മാറ്റി താമസിപ്പിച്ചു. ഒരുപാട് നാശനഷ്ടങ്ങളാണ് നമ്മുടെ ഏരിയയിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. വീടുകളിലൊക്കെ വെള്ളം കയറി, അതുപോലെ തന്നെ കുറേ മതിലുകളൊക്കെ പൊളിഞ്ഞു വീണു, കുറേ കൃഷിനാശമുണ്ടായി. പിന്നെ എന്താണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അടിയന്തര സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർക്കും നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ നഗരസഭയുടെ വൈസ് ചെയർമാൻ എല്ലാവരും ഇവിടെ സൈറ്റിലെത്തിയിട്ടുണ്ട്. എത്തിയിട്ട് വേണ്ട സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ നേരിട്ടറിഞ്ഞ ദുരിത കാഴ്ചകൾ. ഇതുപോലെ ജില്ലയുടെ പല ഭാഗത്തും 100 കണക്കിന് കുടുംബങ്ങൾ അന്തിയുറങ്ങാൻ പോലുമാകാതെ ഇപ്പോഴും ആശങ്കയിൽ കഴിയുന്നുണ്ടാകാം. അടുത്തെങ്ങും കേട്ടുകേൾവി പോലുമില്ലാത്ത വിധത്തിൽ സംഹാരതാണ്ഡവമാടിയ മഴയിൽ ജീവിതം താളം തെറ്റിയ ഇത്തരം കുടുംബങ്ങളെ
യഥാവിധി സഹായിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും മുന്നോട്ട് വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നമ്പ്യാർക്കൽ പ്രദേശത്തു നിന്നും യാത്ര തിരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.